ചേച്ചിമാർ പറഞ്ഞു ചെല്ലുമ്പോഴും മാറിക്കോന്നും പറഞ്ഞ് നമ്മൾ ആ വീട്ടിലൊക്കെ കയറി. ഈ പുള്ളിക്കാരൻ അവിടെയൊക്കെ നല്ല പരിചയങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെന്ന് വീട്ടിൽ കിട്ടുന്ന ഡ്രസ്സൊക്കെ മാറി. ക്യാരവാനോ കാര്യങ്ങളൊന്നും ഇല്ല. പണ്ഡിറ്റ് എന്ന ഒരു വ്യക്തിയെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ എന്താണ് ഈ സിനിമാ ഫീൽഡിൽ നിന്നും ഇത്രയും ആള് എന്താ പറയുക സിനിമ ചെയ്തിട്ടും അതിൽ നിന്ന് കിട്ടുന്ന ഒരു വീതം പുള്ളി പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അപ്പം എന്നോട് പറയാം നീ ലേഡി സൂപ്പർ പണ്ഡിറ്റ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻറ്റ് പറയാം. ലേഡി സൂപ്പർ പണ്ഡിറ്റ് ആണെന്നൊക്കെ അല്ല സന്തോഷ് പണ്ഡിറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻറ്റ് ഇടാറുണ്ട് ആൾക്കാർ. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സന്തോഷ് പണ്ഡിറ്റ് ആകാനേ പറ്റുള്ളൂ. ആൾ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കി. സ്വന്തമായിട്ട് ആളുടെ പേര് ഇപ്പോൾ ആർക്കും അറിയത്തില്ലാത്ത നിമിഷ ബിജു ബ്രാൻഡ്. അതെ, അതുപോലെ ഒരുപാട് ഫാൻസ് അസോസിയേഷൻ വരുന്നു. എനിക്ക് എന്റെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ് ഷക്കീലമ്മ. ദിയാസനെ വഴി ഞാൻ പരിചയപ്പെട്ടതാണ്. ദിയാസനയുടെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ ദിയാസന എന്നെ പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ പണ്ട് തുടങ്ങി എന്നെ ഷക്കീല എന്ന് വിളിച്ച് കളിയാക്കുമല്ലോ. അപ്പോൾ ഞാൻ അമ്മയെ കണ്ടപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനും അമ്മയുടെ പാതയെ പിന്തുടരുന്ന ആൾ എന്തായി ഞാനും